السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. أحمده حمدا بلا أحد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അനുഗ്രഹീതമായ പവിത്രമായ ഒരു മാസത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരിടത്ത് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച്, അവൻ്റെ പ്രവാചകനെക്കുറിച്ച്, മതത്തെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാനിലെ 96, 97 ആയത്തുകളാണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ള പദങ്ങളൊക്കെ അറിയാവുന്ന ഒരായത്ത് തന്നെയാണ് ഈ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധന മന്ദിരം അത് ബക്കയിലുള്ളതാണ്. അത് ലോകത്തിനും അനുഗ്രഹമായിക്കൊണ്ടും മനുഷ്യർക്ക് മാർഗദർശനമായിക്കൊണ്ടുമാണ് അല്ലാഹു അത് നിർമ്മിച്ചിരിക്കുന്നത്, അതുണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ് ഈ ആയത്തിൻ്റെ ആശയം. ഈ ആയത്ത് കഴിഞ്ഞ തൊട്ടുടനെ ആ ആയത്തിലേക്ക് മടക്കിക്കൊണ്ട് അല്ലാഹു പറയുന്നുണ്ട് ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം.
ഫീഹി ആയാത്തുൻ അഥവാ ലോകത്താദ്യമായി പണിതുയർത്തിയ വിശുദ്ധമായ കഅബാലയം, മക്കയിലുള്ള ആ കഅബാലയം, അതിലെന്തുണ്ട്? ഫീഹി ആയാത്തുൻ, അതിൽ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ഒരു വാചകമാണ് ഇന്നത്തെ ക്ലാസ്സിലെ വിഷയം. ഫീഹി ആയാത്തുൻ, ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം. അള്ളാഹു പറയുന്നത് ആ വിശുദ്ധമായ കഅബയിൽ അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. അപ്പം അള്ളാഹനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ലോകത്താദ്യമായി പണിതുയർത്തിയ കഅബാലയത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നു, അതിൽ വ്യക്തമായ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. ഏതൊക്കെയാണ് ദൃഷ്ടാന്തങ്ങൾ? എല്ലാം ഇവിടെ വിശദീകരിച്ചിട്ടില്ല. അതിലൊന്ന് വ്യക്തമായി പറഞ്ഞു, മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന ആ സ്ഥലം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഅബയിലുള്ള ഒരു ദൃഷ്ടാന്തമാണ്. നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആ കഅബയിൽ ചില ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. ഏതാണ് ആ ദൃഷ്ടാന്തങ്ങൾ? പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ പലതും വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ ആയത്തിൽ കാണുന്നത് പോലെ മഖാമു ഇബ്രാഹിം അതൊരു ദൃഷ്ടാന്തമാണ്. അതേപോലെ തന്നെ ആ നാട് നിർഭയത്വം ഉള്ളൊരു നാടാണ്, അതൊരു ദൃഷ്ടാന്തമാണ്. തൗഹീദിൻ്റെ നാടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്നൊരു നാടാണ്. അങ്ങനെ പല ദൃഷ്ടാന്തങ്ങളും എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മിൻഹാ മഖാമു ഇബ്രാഹിം വൽ മശാഇറു വസംസം. അതാണ് നമ്മുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയിൽ ഉണ്ട് എന്ന് പറഞ്ഞ ദൃഷ്ടാന്തങ്ങളിലെ ഒരു ദൃഷ്ടാന്തം സംസമാണ്. സംസമിൻ്റെ ചരിത്രമാണ് ഇന്നെൻ്റെ സഹോദരങ്ങളുടെ മുമ്പാകെ എനിക്ക് പറയാനുള്ള വിശദീകരണം. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഹിയ അൽ ഹജറുൽ അസ്വദ്. അവിടെയുള്ള ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ അത് ഹജറുൽ അസ്വദാണ്, അതും ദൃഷ്ടാന്തമാണ്, ആയാത്താണ്. അതേപോലെ തന്നെ മഖാം അദ്ദേഹം എണ്ണി പറഞ്ഞു, വസംസം വൽ മശാഇറു കുല്ലുഹാ. അവിടെയും അദ്ദേഹം സൂചിപ്പിച്ചത് സംസമിനെയാണ്. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മുജാഹിദ് റഹിമഹുല്ലയിൽ നിന്ന് പറയുന്നു, ഹിയ മഖാമു ഇബ്രാഹിം വൽ ഹജറുൽ അസ്വദ് വസംസം. അപ്പോൾ മുഫസ്സിറുകളെല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നു. പല ആളുകളും പറയുന്നു, അള്ളാഹു പറഞ്ഞ ആ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൃഷ്ടാന്തം ഏതാണ്? സംസമാണ്. സംസം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഒന്നാമതായി പണിതുയർത്തിയ പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ ആ പള്ളിയിലുള്ള ദൃഷ്ടാന്തങ്ങളിൽ ഒന്നായി പരിചയപ്പെടുത്തുന്നത് സംസമിനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലയിൽ ആ സംസമിനെക്കുറിച്ച് ചില വിഷയങ്ങൾ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ സംസം കുടിക്കണമെന്നറിയുന്ന ആളുകളാണ്, പക്ഷേ സംസമിൻ്റെ ചരിത്രം പലപ്പോഴും പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സുദീർഘമായൊരു ക്ലാസ് അല്ല. ഞാൻ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ കൂടെ പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. നമ്മൾ സംസമിൻ്റെ ചരിത്രം തിരയുമ്പോൾ, ആ സംസമിൻ്റെ ചരിത്രം നമ്മൾ അന്വേഷിക്കുമ്പോൾ, ആ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ആരുമില്ലാത്ത, ഒന്നുമില്ലാത്ത മക്കയുടെ ചരിത്രമാണ്. ആകാശമേൽക്കൂരയുടെ സുരക്ഷിതത്വം മാത്രമുള്ള ആ മക്ക മണൽക്കാട്ടിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ഹാജറയെയും മകൻ ഇസ്മായിലിനെയും ആ മരുഭൂമിയിൽ കൊണ്ടുപോയാക്കിയ അവിടം മുതലാണ് യഥാർത്ഥത്തിൽ മക്കയുടെ ചരിത്രം നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. ആൾപ്പാർപ്പില്ലാത്ത, ആരുടെയും ശ്രദ്ധയില്ലാതിരുന്ന ആ പ്രദേശത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യയെയും കൈക്കുഞ്ഞിനെയും അവിടെ കൊണ്ടുപോയാക്കി മടങ്ങാണ്. ഹജറ ബീബിയുടെ ചോദ്യമുണ്ട്. ഹജറ ബീബി ചോദിച്ചു, അല്ലാഹുല്ലദീ അമറക ബിഹാദ, ഞങ്ങളെ ഈ മരുഭൂമിയിൽ തനിച്ചാക്കി തിരിച്ചു പോവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ? പടച്ചോൻ പറഞ്ഞിട്ടാണോ നിങ്ങളിത് ചെയ്യുന്നത്? ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു, നഅം, അതെ, ഇത് അള്ളാഹിൻ്റെ ഓർഡറാണ്. അള്ളാഹു പറഞ്ഞതാണ്, ആരുമില്ലാത്ത ഈ പ്രദേശത്ത് നിങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയാക്കണം, എന്നിട്ട് മടങ്ങിപ്പോകണം എന്നുള്ളത് റബ്ബിൻ്റെ കൽപ്പനയാണ്. ആ സമയത്ത് ഹാജറ ബി പറഞ്ഞു, നഅം ഖാലത്ത്, അവൾ പറഞ്ഞു, ഇദൻ ലാ യുദയ്യിഉന, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം എന്താ? അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കുമെന്ന ഉറച്ച ബോധം അവർക്കുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ചിന്തയാണിത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ പടച്ച റബ്ബായി പറയണത്. അള്ളാഹു പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു മടിയും കൂടാതെ ഒരു പേടിയും കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റണം. മഹദിയായ ഹാജറ ബീബിയുടെ ചരിത്രം അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ച് ഇബ്രാഹിം നബി മടങ്ങാണ്. നോക്കൂ നിങ്ങൾ, ഒരു കുടുംബനാഥൻ മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് വലിയ ദൗത്യം അവിടെ നിർവഹിക്കാനുണ്ട്. ആരുമില്ലാത്തൊരു സ്ഥലത്താണ് ഭാര്യയെയും കുഞ്ഞിനെയും റബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ട് മടങ്ങുന്നത്. അവിടെ ജനങ്ങളില്ല, അവർക്ക് കുടിക്കാനുള്ള വെള്ളമില്ല, ഒന്നുമില്ല, ഒരു സൗകര്യമില്ല. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട്, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലിയുഖീമുസ് സ്വലാത ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസ് തഹ്വി ഇലൈഹിം വറുസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 37-ാമത്തെ ആയത്തിൽ നമുക്ക് ഈ ആയത്ത് വായിക്കാൻ സാധിക്കും. അല്ലാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, എൻ്റെ സന്തതികളിൽ നിന്ന് ചിലരെ കൃഷിയൊന്നുമില്ലാത്ത ഈ താഴ്വരയിൽ, വിജനമായ ഈ താഴ്വരയിൽ നിന്റെ പവിത്രമായ ഭവനത്തിൻ്റെ കാബയുടെ സമീപത്ത് ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു. മറ്റൊരു വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു പ്രയോഗം അവിടെയുണ്ട്. കാബ അവിടെ ഉണ്ടായിരുന്നു, കാബയുടെ സമീപത്ത് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ കാബ അവിടെ ഉണ്ടോ? അത് മറ്റൊരു വളരെ വിശാലമായ വിഷയമാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തഫ്സീറുകളിൽ നിന്ന് അത് പഠിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് വെച്ച് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പറയാം, പടച്ചോനെ, ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ എൻ്റെ ഭാര്യനെയും കൈക്കുഞ്ഞിനെയൊക്കെ തനിച്ചാക്കി മടങ്ങാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ അവരെ ആക്കുവാനുള്ള കാരണം നമസ്കാരം അവർ മുറപ്രകാരം നിർവഹിക്കാൻ വേണ്ടിയാണ്. അതിനാൽ തന്നെ മനുഷ്യരെ നീ അവരിലേക്ക് ആകർഷിക്കണമെന്നാണ്, ആ നാട്ടിലേക്ക് നീ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കണേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. അവരോട് ചായ്വുള്ള, അവരെ പരിചരിക്കുന്ന, അതൊക്കെയാണ് അതിൻ്റെ ആശയം. അതേപോലെ തന്നെ അവർക്ക് കായ്ക്കനികളിൽ നിന്ന് ഉപജീവനം നൽകുകയും ചെയ്യണമേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത് അദ്ദേഹം അവിടുന്ന് മടങ്ങി. നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഒന്ന്, ആരുമില്ലാത്തൊരു ഇടമാണ്, പടച്ചോനെ അവരെ നീ സംരക്ഷിക്കണം, അവർക്ക് നീ കാവലൊരുക്കണം. ഇവിടെ മനുഷ്യന്മാരൊന്നുമില്ല, അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ശ്രദ്ധ ലഭിക്കുന്ന ഒരു ഇടമായി അത് മാറണം. ആ മനുഷ്യന്മാർ എങ്ങനെയുള്ള ആളുകളാകണം? ആ മനുഷ്യന്മാർ അവരെ പരിചരിക്കുന്ന, അവരോട് ചായ്വുള്ള, അവരെ വെറുക്കുന്ന ആൾക്കാരാകരുത്, അവരെ ദ്രോഹിക്കുന്ന ആളുകളാകാൻ പാടില്ല. നോക്കൂ, നിങ്ങളൊരു കുടുംബനാഥൻ എന്ന നിലയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ദൗത്യം എത്ര ഭംഗിയായാണ് നിർവഹിക്കുന്നത്. ഇബ്രാഹിം നബി ആ പ്രാർത്ഥന നിർവഹിച്ച് അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് അദ്ദേഹം മടങ്ങി. അവിടെ ബാക്കിയായത് ഹാജറ ബീവിയും മകൻ ഇസ്മായിൽ നബിയുമാണ്. അവരുടെ കയ്യിലുള്ളത് ഒരല്പം ഈത്തപ്പഴമുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. അവരതും കൊണ്ട് അവിടെ ജീവിതം ആരംഭിക്കുകയാണ്. ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അവരുടെ സമീപത്തുള്ള വെള്ളം കഴിഞ്ഞു, അവരുടെ അടുക്കലുള്ള ഈത്തപ്പഴം അവസാനിച്ചു. മരണത്തിൻ്റെ വെപ്രാളം കാണിക്കാൻ തുടങ്ങി ആ കുട്ടി. വെള്ളമില്ലാതെ, കായ്ക്കനികളില്ലാതെ, കഴിക്കാനൊന്നുമില്ലാതെ ആ മരണത്തിൻ്റെ വെപ്രാളം മകൻ ഇസ്മായിൽ കാണിക്കാൻ തുടങ്ങി. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള കാര്യമാണത്. ഒരു വേദനാജനകമായ രംഗമാണത്. ഒരാൾ മരിക്കുന്നത് കാണുമ്പോൾ, മരിക്കുന്ന ഒരു രംഗം കാണുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാഴ്ച കാണുമ്പോൾ സ്വാഭാവികമായി മനുഷ്യന് ഭയം ഉണ്ടാകും. എന്നാൽ ഹാജറ ഉമ്മ വെള്ളം അന്വേഷിച്ച് അവിടുന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? ഓടാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള കുന്നിലേക്ക് അവർ ഓടിക്കയറി, വെള്ളം ലഭിച്ചില്ല. അവിടുന്ന് മറുവശത്തുള്ള കുന്നിലേക്ക് അവർ ഓടി, അവിടെയും അവർക്ക് വെള്ളം ലഭിച്ചില്ല. വെള്ളം എന്ന് മാത്രമല്ല, ആരുടെയെങ്കിലും സഹായം ലഭിക്കുമെന്നോ നോക്കണത്, അതും ലഭിക്കുന്നില്ല. വിജനമായ പ്രദേശമാണ്. ആ ഓടിക്കയറിയ കുന്നുകളാണ് സഫയും മറവയും എന്ന് നമുക്കറിയാം. ആ ഓട്ടത്തിനിടയിലാണ് അവരൊരു ശബ്ദം കേൾക്കുന്നത്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ആ സമയത്ത് അവരെന്ത് ചെയ്തു? ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തോട് അവർ പറഞ്ഞു, അഖിഫ് ഇൻ കാന ഇൻദക ഖൈറുൻ, നീ എന്നെ സഹായിക്കണം. ഒരു ശബ്ദം കേൾക്കണം. ആ ശബ്ദത്തിന്റെ ഉടമാരാന്ന് അറിയില്ല, ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ മഹദിയായ ഹാജറ ബീബി പറഞ്ഞു, നിന്റെ അടുക്കൽ വല്ല ഖൈറുമുണ്ടെങ്കിൽ ആ ഖൈറു കൊണ്ട് എന്ത് ചെയ്യണം? എന്നെ സഹായിക്കണം, ഞാനൊരു പ്രയാസത്തിലാണ്. അവിടെ ഒരു ശബ്ദം കേൾക്കണം. ആ ശബ്ദത്തിൻ്റെ ഉടമയോടാണ് എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. ഫഇദ ജിബ്രീൽ, അതാരായിരുന്നു? അത് ജിബ്രീലായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ അവർ നോക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ച എന്താ? ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കാല് കൊണ്ടടിച്ച് എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ ചിറകു കൊണ്ടടിച്ച്, രണ്ട് അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. അവിടെ ഒരു ജലത്തിൻ്റെ സ്രോതസ് ഉണ്ടാകാണ്, വെള്ളത്തിൻ്റെ സ്രോതസ് ഉണ്ടാകാണ്. അവിടെയാണ് സംസം പ്രത്യക്ഷപ്പെടുന്നത്. ഈ ചരിത്രം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ പല തെറ്റിദ്ധാരണകളുമുണ്ട്. മഹദിയായ ഹാജറ ബീബി ആ വെള്ളം ലഭിച്ച സന്തോഷത്തിൽ അവരാ വെള്ളം കണ്ട സ്ഥലത്തേക്ക് ഓടുന്നുണ്ട്.
അവരോടി അവിടെ എത്തി. അതിങ്ങനെ ഒഴുകിപ്പോകുന്നത് കണ്ടപ്പോൾ അത് തീർന്നു പോകുന്ന അവർ ഭയപ്പെട്ടു. അവർക്കറിയില്ലല്ലോ ഇതൊരു അത്ഭുതമാണ്, ഇതൊരു ആയാത്താണ് എന്നൊന്നും അവർക്കറിയില്ല. അവർ ഈ വെള്ളം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടപ്പോൾ അവർ വല്ലാതെ ഭയപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ വായിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവർ മണ്ണ് കൂട്ടി ആ വെള്ളത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി ശ്രമിച്ചു. അവിടെയാണ് സംസമിൻ്റെ പേര് പുറത്തേക്ക് വരുന്നത്. ആ സമയത്ത് ആ മഹദി പറഞ്ഞ പേരാണ് സംസം, അടങ്ങൂ. ആ ഒഴുകിപ്പോകുന്ന വെള്ളത്തോട് നിൽക്കൂ അല്ലെങ്കിൽ അടങ്ങൂ എന്ന പ്രയോഗമാണ് സംസം എന്ന പ്രയോഗം. അങ്ങനെയാണ് ആ പേര് വന്നത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലേക്കാണ്. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർഹമുല്ലാഹു ഉമ്മ ഇസ്മാഈൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മാഈലിന്റെ ഉമ്മക്ക് റഹ്മത്ത് ചൊരിയട്ടെ. ലൗ തറക്തു സംസം ഔ ഖാല ലൗ ലം തഅരിഫ് മിനൽ മാഇ ലകാനത് സംസം ഐനൻ മഈന. സുബ്ഹാനല്ലാഹ്. എന്താ നബി പറയുന്നത്? ഇസ്മാഈലിന്റെ ഉമ്മയായ ഹാജറിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സംസമിനെ അവർ കെട്ടി നിർത്താതെ, സംസമിനെ അവർ മണ്ണുകൊണ്ട് തടഞ്ഞു നിർത്താതെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഒഴുകുന്ന ഒരു നദിയായി സംസം മാറുമായിരുന്നു. മക്കയിൽ ഒഴുകുന്ന ഒരു നദിയായി സംസം മാറുമായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, സാദിഖാന നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, സത്യം പറയുന്ന ആളാണ്. അല്ലാഹു റസൂൽ ഒരിക്കലും കളവ് പറയില്ല. ആ പ്രവാചകൻ പറയാ, അത് അന്ന് അവർ തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നും മക്കയിലൂടെ ഒഴുകുന്ന ഒരു നദിയായി നമുക്ക് എന്ത് കാണാമായിരുന്നു? സംസം കാണാമായിരുന്നു എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്ത് വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് സംസമിൻ്റെ തുടക്കം. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഒന്ന്, ഇസ്മായിൽ നബി കാലിട്ടടിച്ചാണ് സംസം ഉണ്ടായത് എന്ന് പലരും പറയാറുണ്ട്. അതിന് യാതൊരു പ്രാമാണികതയില്ല, അതെവിടെയും കാണാനില്ല. ഇസ്മായിൽ നബി കാലിട്ടടിച്ചിട്ടുണ്ടാകാം, വെള്ളം കിട്ടാതെയും പ്രയാസം കാലിട്ടടിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതുകൊണ്ടാണ് സംസം ഉണ്ടായത് എന്ന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്കെതിരാണ്. സംസം ഉണ്ടായത് ജിബ്രീൽ അലൈഹിസ്സലാം തൻ്റെ കാല് കൊണ്ടടിച്ച് അല്ലെങ്കിൽ ചിറകു കൊണ്ടടിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അതാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, ജിബ്രീൽ അലൈഹിസ്സലാം കേവലം ഒരു വഹി എത്തിക്കുന്ന മലക്ക് മാത്രമല്ല. ഈ ജിബ്രീലിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നെന്താ? വഹി എത്തിക്കലാണ്. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാം വഹി എത്തിക്കാൻ മാത്രമല്ല ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ജിബ്രീൽ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയാണ്. അള്ളാഹു അവരെ സഹായിച്ചു. വെള്ളമില്ലാത്തൊരു പ്രദേശത്ത് അവർക്ക് കുടിക്കാൻ, അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രക്കാവശ്യമായ സൗകര്യമൊരുക്കി കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ സംസമിലൂടെയാണ് മക്കയുടെ ചരിത്രം രൂപപ്പെടുന്നത്, മക്ക വളരുന്നത്, മക്കയിൽ ജനങ്ങൾ എത്തുന്നത് ഒക്കെ ഈ സംസമിൻ്റെ അടിസ്ഥാനത്തിലാണ്. വെള്ളമുണ്ടെങ്കിലാണ് അവിടെ ആൾക്കാരുണ്ടാകുക, ആൾ താമസം ഉണ്ടാവുക. വെള്ളമില്ലാത്ത ആ പ്രദേശത്ത് വെള്ളം ലഭിച്ചതിലൂടെ മക്കയുടെ നാഗരികതയുടെ ചരിത്രം അവിടെ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് പറയാൻ പറ്റും. ആ കാലഘട്ടത്ത് മക്കയുടെ താഴ്വാരങ്ങളിലൂടെ കച്ചവട സംഘങ്ങൾ അവരെന്ത് ചെയ്യാറുണ്ട്? യാത്ര ചെയ്യാറുണ്ട്. ആ കച്ചവട സംഘങ്ങളിലെ ഒരു ഗോത്രമാണ് ജുർഹൂം ഗോത്രം. അവർ യമനികളാണ്. യമനികളായ ജുർഹൂം ഗോത്രം അവരുടെ നാട്ടിലേക്കുള്ള യാത്ര മക്കയുടെ താഴ്വരയിലൂടെ അവരിങ്ങനെ യാത്ര ചെയ്യാണ്. അവർ യാത്ര ചെയ്യുന്ന സമയത്ത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി അവരൊരു കാഴ്ച കണ്ടു. അവർ ധാരാളം യാത്ര ചെയ്യുന്ന ഇടമാണ്, ആരുമില്ലാത്ത പ്രദേശമാണ്. അപ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താ കാഴ്ച? ആകാശത്ത് പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതകരമായ കാഴ്ചയാണ്. കാരണം ഒന്നുമില്ലാത്ത, വെള്ളമില്ലാത്ത, മനുഷ്യരില്ലാത്ത, ഒന്നുമില്ലാത്ത ആ ഇടത്ത് പക്ഷികൾ വരണമെങ്കിൽ അതിനെന്തോ ഒരു സാഹചര്യമുണ്ട്, അതിനെന്തോ ഒരു കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ ആ യാത്രാ സംഘത്തിൽ നിന്ന് കുറച്ചാളുകളെ എന്തുകൊണ്ടാണ് അവിടെ പക്ഷി വട്ടമിട്ട് പറക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി അവർ ടീമിനെ പറഞ്ഞയച്ചു. ആ യാത്രാ സംഘം ജുർഹൂം ഗോത്രക്കാർ. അങ്ങനെ അവർ വന്നു. അവർ ഈ പക്ഷി വട്ടം വിട്ട് പറക്കുന്ന ആ ഇടത്ത് വന്നപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവിടെ ഒരു കൈക്കുഞ്ഞുണ്ട്, ഒരു സ്ത്രീയുണ്ട്, അവിടെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നൊരു ജലത്തിൻ്റെ സ്രോതസ്സുമുണ്ട്. ഈ വിവരം അവർ ആ യാത്രാ സംഘത്തെ അറിയിച്ചു. ആ യാത്രാ സംഘവും മഹദിയായ ഹാജറ ബീബിയുടെ സമീപത്തേക്ക് വന്നു. ജുർഹൂം ഗോത്രക്കാർ അവിടുന്ന് ഒരു ആവശ്യം പറഞ്ഞു ഹാജറ ബീബിയോട്, ഞങ്ങൾക്കിവിടെ താമസിക്കണം, നിങ്ങളതിന് അനുവാദം തരുമോ? ഹാജറ ബീബി അനുവാദം കൊടുത്തു. നിങ്ങൾക്കിവിടെ താമസിക്കാൻ പ്രശ്നമില്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി നടത്തിയ പ്രാർത്ഥന എന്താ? പടച്ചോനെ, ഇവരിവിടെ തനിച്ചാണ്, ആരുമില്ല ഇവിടെ, ഇവരിലേക്ക് നീ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കണേ. ഇവരോട് ചായ്വുള്ള, ഇവരെ പരിചരിക്കുന്ന, ഇവരെ ശ്രദ്ധിക്കുന്ന ആളുകളെ എന്ത് ചെയ്യണം? നീ ഇവരിലേക്ക് എത്തിക്കണേ എന്നുള്ള മഹാനായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അവിടെ
സഫലമാകുകയാണ്. അവർ വന്നു. മഹദിയായ ഹാജറ ബീബി എന്ത് ചെയ്തു? അവർക്ക് താമസിക്കാൻ അനുവാദം കൊടുത്തു. പക്ഷേ ഒരു ഷർത്ത് അവർ വെച്ചു, ഒരു നിബന്ധന അവർ വെച്ചു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, ഒരു പ്രശ്നമല്ല, പക്ഷേ ഈ വെള്ളത്തിൻ്റെ അവകാശം അതെനിക്കാണ്. വെള്ളത്തിൽ നിങ്ങൾക്ക് എന്തില്ല? യാതൊരു അവകാശമല്ല. നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാം, പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥാവകാശം അത് എനിക്കുള്ളതാണ് എന്ന് മഹദിയായ ഹാജറ ബീബി എന്ത് ചെയ്തു? അവരോട് ഷർത്ത് വെച്ചു. അതവർ അംഗീകരിച്ചു. അങ്ങനെ മക്കയിൽ എന്ത് ചെയ്യാണ്? ആൾതാമസം ആരംഭിക്കുകയാണ്. ജനങ്ങൾ വരികയാണ്. അപ്പോൾ അവിടെ ആദ്യം വന്നത് ഹാജറ ബീബിയും മകൻ ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയുമാണ്. ഇബ്രാഹിം നബി മടങ്ങിപ്പോയി. അതോടൊപ്പം തന്നെ വെള്ളം ലഭിച്ചു. ജുർഹൂം ഗോത്രം അവിടെ എത്തി. അങ്ങനെ അവിടെ ജനങ്ങൾ താമസിക്കാൻ തുടങ്ങി, ജനങ്ങൾ വളരാൻ തുടങ്ങി. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം വളർന്നു വലുതായി. ഈ ജുർഹൂം ഗോത്രത്തിൽ നിന്ന് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ജുർഹൂം ഗോത്രത്തിന് മക്കയുടെ എന്ത് ചെയ്തു? ഭരണം ലഭിച്ചു. ഞാനതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു പോകുന്നില്ല. മക്കയുടെ ഭരണം അവർക്ക് ലഭിച്ചു. ഹറമിനെ പരിപാലിക്കുന്ന, പരിശുദ്ധമായ ഹറമിൻ്റെ അതിന് നേതൃത്വം കൊടുക്കുന്ന സ്ഥാനം വരെ ആ ആളുകൾക്ക് ലഭിച്ചു. നല്ല ആളുകളാണ്. പക്ഷെ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി മനുഷ്യർക്കുണ്ടാകുന്ന ചില ദുഷിച്ച സ്വഭാവങ്ങൾ അവരുടെ ആ ജുർഹൂം ഗോത്രത്തിലെ പിൻതലമുറയും പിടികൂടിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഈ നാട് വികസിച്ചു വളർന്നു. ജനങ്ങളൊക്കെ അവിടേക്ക് വരാൻ തുടങ്ങി. അവർ ഹറമിലേക്ക്, പരിശുദ്ധമായ മക്കയിലേക്ക് സ്വതക്കകൾ നൽകാൻ തുടങ്ങി. ഇതൊക്കെ സംരക്ഷിച്ചിരുന്ന ആരാ? ജുർഹൂം ഗോത്രമാണ്. ആ ജുർഹൂം ഗോത്രത്തിൻ്റെ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരിലെ പിൻതലമുറ വഴിതെറ്റി. അവർ ഹറമിലേക്ക് വരുന്ന ഈ സമ്പത്തൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങി. ആ നാടിനെ അവർ ഫസാദിൻ്റെ ഒരു നാടാക്കി മാറ്റാൻ തുടങ്ങി. അവിടെയാണ് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമം. ഏത് കാലഘട്ടത്തിലും നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പേടി കൂടാതെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വല്ലാതെ ധിക്കാരം കാണിച്ചാൽ പടച്ചവൻ പിടിക്കും, ഉറപ്പാണത്. അതാരായാലും ശരി, ഏത് നാട്ടിലാണെങ്കിലും ശരി, അല്ലേ? മനുഷ്യന്മാരെ ഇല്ലാതെയാക്കാൻ, മനുഷ്യന്മാരെ നശിപ്പിക്കാൻ തുനിഞ്ഞ് കുറച്ച് ആൾക്കാർ ഇറങ്ങിയാൽ അവരെ അള്ളാഹു പിടികൂടുമെന്നുള്ളതൊരു ചരിത്രം സാക്ഷിയാണ്, കാലം സാക്ഷിയാണ്. ജുർഹൂം ഗോത്രത്തിൻ്റെ ചരിത്രം അതാ പറഞ്ഞിരുന്നത്. ജുർഹൂം ഗോത്രം ധിക്കാരം കാണിച്ചു, അവർ കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രദേശത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു സമൂഹത്തെ അള്ളാഹു അങ്ങോട്ട് നിയോഗിക്കുന്നുണ്ട്. ഹുസാ ഗോത്രം എന്ത് ചെയ്യുന്നു? ആ നാട്ടിലേക്ക് വന്നു. അവരവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഈ ജുർഹൂം ഗോത്രവുമായി അവർ യുദ്ധമുണ്ടായി. ജുർഹൂം ഗോത്രത്തെ പരാജയപ്പെടുത്തി അവർ വിജയിച്ചു. അപ്പോൾ ജുർഹൂം ഗോത്രക്കാരവിടുന്ന് ഓടിപ്പോകേണ്ടി വന്നു. പക്ഷെ അവിടെ ഒരു ദ്രോഹം ചെയ്തു. അവർ ചെയ്ത ദ്രോഹം തരയോ? അവരന്നുണ്ടായിരുന്ന ആ സംസമിൻ്റെ കിണർ അവർ മൂടിക്കളഞ്ഞു. സംസമിൻ്റെ കിണർ മൂടി, അതിൻ്റെ ഒരു അടയാളവും ബാക്കിയാക്കാതെ മൂടി. അന്ന് ഈ ജുർഹൂം ഗോത്രത്തിൽ കുറച്ച് നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ടാകും. ആ മനുഷ്യന്മാരെന്ത് ചെയ്തോ? അവരുടെ കൈവശമുണ്ടായിരുന്ന ഹറമിലേക്ക് വന്ന സ്വതക്കയായ സമ്പത്ത് ആ കിണറ്റിലേക്ക് അവരിട്ടു, സമ്പത്തിട്ടു. എന്നിട്ട് അവർ മൂടിക്കളഞ്ഞു. അത് മൂടി എന്ത് ചെയ്തു? അതിന് ഒരടയാളവും ബാക്കി, അവിടെ ഒരു കിണറുള്ളതായിട്ട് ആർക്കും അറിയില്ല. ആ ഒരവസ്ഥയിലാക്കിയിട്ട് എന്ത് ചെയ്തു? അവരവിടുന്ന് പോകുന്നത്. അങ്ങനെ അവിടെ ഭരണം ആർക്ക് ലഭിച്ചു? ഹുസാ ഗോത്രത്തിന് അവിടെ ഭരണം ലഭിച്ചു. പിന്നീട് ഒരു മനുഷ്യനും സംസമിൻ്റെ ചരിത്രം അറിയില്ല, ആർക്കും സംസമിനെ കുറിച്ച് ഒന്നും അറിയില്ല. കാലങ്ങൾ കുറെ കഴിഞ്ഞു, വർഷങ്ങൾ പിന്നിട്ടു. മഹാനായ അബ്ദുൽ മുത്തലിബിൻ്റെ കാലം വന്നു. നോക്കൂ നിങ്ങൾ, ഹാജറ ബീബിയുടെ കാലം, അവിടുന്ന് ഇങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞുപോയി. സംസമും ആ മക്കയെ നാഗരികമായി അവിടെ കഅബ വന്നു, ആളുകളുണ്ടായി, ഇതൊക്കെ സംഭവിച്ചു. പക്ഷേ സംസം അവിടെ എന്ത് ചെയ്തു? അപ്രത്യക്ഷമായ ഒരു കാലഘട്ടം ഉണ്ടായി, ആർക്കും അറിയാത്തൊരു കാലഘട്ടം. അങ്ങനെ അബ്ദുൽ മുത്തലിബിൻ്റെ കാലഘട്ടം വന്നു. അബ്ദുൽ മുത്തലിബിന് ഹറമിൻ്റെ ചുമതലയുള്ള കാലഘട്ടം. ഞാൻ സംസമിനെ കുറിച്ച് അവർക്ക് അറിയില്ല എന്ന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഉദാഹരണം പറയാം. സംസമിൻ്റെ ഹറമിൻ്റെ ചുമതല ആർക്കുണ്ടായിരുന്നത്? അവിടെയുള്ള വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുക എന്ന ദൗത്യം, ചുമതല, ഉത്തരവാദിത്തം അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നത്. നമ്മൾ മക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അവർ ഹറമിലേക്ക് ആവശ്യമുള്ള വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരിക ചെയ്യുക. ഹറമിൽ വെള്ളമല്ല, കാരണം അവിടെ ഈ സംസമിനെ കുറിച്ച് ആർക്കും അറിയില്ല. അവർ പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവന്ന് ശേഖരിച്ച് വെക്കുക ചെയ്യുക. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അബ്ദുൽ മുത്തലിബിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരിക്കൽ ഹിജ്റിൽ ഇങ്ങനെ ഉറങ്ങുകയാണ്. ഹിജ്റിൽ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയാം, ഖാല അബ്ദുൽ മുത്തലിബ് ഇന്നി ലനാഇമുൻ ഫിൽ ഹിജ്ർ, ഞാൻ ഹിജ്റിൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സ്വപ്നത്തിൽ എൻ്റെ അടുക്കിലേക്ക് ഒരാൾ വന്നു. സ്വപ്നത്തിലാണ് ഒരാൾ എൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫഖാലലി, എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, യഹ്ഫിർ തീബ. യഹ്ഫിർ എന്ന് പറഞ്ഞാൽ കുഴിക്കാൻ, തീബ കുഴിക്കാൻ പറഞ്ഞു, തീബ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഖുൽതു വമാ തീബ, എന്താണ് ഈ തീബ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ തീബ? ഞാൻ തീബ കുഴിക്കാൻ പറഞ്ഞു, എന്താണ് ഈ തീബ? ഒന്നും മിണ്ടിയില്ല. അയാൾ പോയി. സുമ്മ ദഹബ, ആ മനുഷ്യൻ പോയി, എന്നിൽ നിന്ന് അയാൾ പോയി.
ഫലമ്മ കാനൽ ഗദ്, അടുത്ത ദിവസം ഞാനങ്ങനെ ഉറങ്ങുന്ന സമയത്ത് റജഅതു ഇലാ മദ്ജഇ ഫനിംതു ഫജഅനി ഫഖാല യഹ്ഫിർ ബർറ. രണ്ടാമത്തെ ദിവസം വന്നിട്ട് അയാൾ പറഞ്ഞു യഹ്ഫിർ ബർറ, ബർറ കുഴിക്കാൻ പറഞ്ഞു. ബർറ കുഴിക്കാൻ, ഒന്നാമത്തെ ദിവസം തീബ കുഴിക്കാൻ പറഞ്ഞു, രണ്ടാമത്തെ ദിവസം ബർറ കുഴിക്കാൻ. അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്താണ് ഈ ബർറ എന്താ? അദ്ദേഹത്തിന് അറിയില്ല ഈ ബർറ എന്താണ്, അറിയില്ല. പക്ഷെ ഒന്നും അറിയാതെ അയാൾ പോയി, സ്വപ്നത്തിന് അയാൾ പോയി. മൂന്നാമത്തെ ദിവസം അയാൾ വന്നു, മൂന്നാമത്തെ ദിവസം വന്നു. അങ്ങനെ വന്നിട്ട് അയാൾ പറഞ്ഞു യഹ്ഫിർ മദ്നൂന, യഹ്ഫിർ മദ്നൂന, മദ്നൂന കുടിക്കാൻ പറഞ്ഞു. അപ്പൊ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു എന്താണ് ഈ മദ്നൂന, എന്താ? വമൽ മദ്നൂന, വിശദീകരിക്കുന്നില്ല, അയാൾ പോയി. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും വന്നു. വീണ്ടും വന്നിട്ട് അദ്ദേഹം പറഞ്ഞു യഹ്ഫിർ സംസം, യഹ്ഫിർ സംസം, സംസം കുഴിക്കാൻ പറഞ്ഞു. അബ്ദുൽ മുത്തലിബിന് സംസമിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു വമാ സംസം, എന്താണ് ഈ സംസം, എന്താണ് ഈ സംസം? ആ സമയത്ത് ആ സ്വപ്നത്തിൽ വന്ന മനുഷ്യൻ സംസമിനെ കുറിച്ച് അത് ഉള്ള സ്ഥലത്തെ കുറിച്ച് കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. അബ്ദുൽ മുത്തലിബിന് എന്ത് ചെയ്തു? എല്ലാം വിശദീകരിച്ചു കൊടുത്തു. അത് ഇന്ന സ്ഥലത്തുണ്ട്, അതിൻ്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, എല്ലാം വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ മഹാനായ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു? അന്ന് അദ്ദേഹത്തിന് ഹാരിസ് എന്ന് പറയുന്നൊരു മകനുണ്ടായിരുന്നത്, മറ്റുള്ള മക്കളൊന്നുമില്ല. നമ്മളെ നബിൻ്റെ വല്യാപ്പയാണ്, അബ്ദുള്ള ഒന്നുമില്ല, ആ ഹാരിസ് എന്ന് പറഞ്ഞ മകനാണുള്ളത്. അങ്ങനെ ആ ഹാരിസിനെയും കൂട്ടി സ്വപ്നത്തിൽ നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു? ആയുധങ്ങളൊക്കെ എടുത്ത് അദ്ദേഹം പോയി. ആ മകൻ മാത്രമാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹം ആ സംസം, ഈ സ്വപ്നത്തിൽ പറഞ്ഞ സംസം കുഴിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പം മക്കയിലെ ആളുകളൊക്കെ അദ്ദേഹത്തെ എന്ത് ചെയ്തു? പരിഹസിച്ചു. മക്കയിലെ ആൾക്കാരൊക്കെ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു? അത് തൻ്റെ പ്രവൃത്തി, തൻ്റെ ജോലി അദ്ദേഹം തുടർന്നു കൊണ്ടേയിരുന്നു. അതിങ്ങനെ അടിയിലേക്ക് പോകുന്തോറും അതിൽ നിധികൾ അദ്ദേഹത്തിന് കിട്ടി. നിധി എന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് ജുർഹും ഗോത്രത്തിലെ നല്ല മനുഷ്യന്മാർ അതിൽ ഉപേക്ഷിച്ച് പോയതൊക്കെ അദ്ദേഹത്തിന് കിട്ടി, അതൊക്കെ ലഭിച്ചു തുടങ്ങി. ഒടുവിൽ അദ്ദേഹം സംസം കണ്ടെത്തി, വെള്ളം കണ്ടെത്തി. ആ കുഴിയിൽ നിന്ന് വെള്ളം വന്നു. വെള്ളം വന്ന സമയത്ത് എന്ത് ചെയ്തു? പ്രശ്നം ഉണ്ടാക്കിയ പരിഹസിച്ച ആളുകളെ കൂടി വന്നു. അവർ പറഞ്ഞു ഫഖാലു, അവർ പറഞ്ഞു യാ അബ്ദുൽ മുത്തലിബ് ഇന്നഹാ ബിഅറു അബീന ഇസ്മായിൽ, ഇത് ഞങ്ങളുടെ കാക്ക കാരണവന്മാരായ ഇസ്മായിലിന്റെ കിണറാണ്. അതുകൊണ്ട് എന്ത് വേണം? വ ഇന്ന ലനാ ഫീഹാ ഹഖ്ഖൻ, ഞങ്ങൾക്കും ഈ വെള്ളത്തിൽ എന്തുണ്ട്? അവകാശം. നിങ്ങളത് മാത്രമല്ല, ഞങ്ങൾക്കും ഇതിൽ അവകാശമുണ്ട്, നിങ്ങളുടെ കൂടെ ഞങ്ങൾക്കും ഇതിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പരിഹസിച്ച ആൾക്കാരാണ്. ആ സമയത്ത് മഹാനായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു നിങ്ങൾ എനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്, എന്നോട് നിങ്ങൾ ഇത്തരത്തിൽ സംസാരിക്കാനുള്ള കാരണം എനിക്കൊരു മകൻ മാത്രമുള്ളതുകൊണ്ടാണ്. എൻ്റെ കൂടെ 10 ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ എന്നോട് വന്ന് സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് 10 മക്കളെ കിട്ടിയാൽ അതിലൊരാളെ ഞാൻ എന്ത് ചെയ്യും? അള്ളാഹുവിന് വേണ്ടി ബലി കൊടുക്കും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയറുക്കുമെന്ന് എന്ത് ചെയ്തു? അദ്ദേഹം പ്രഖ്യാപിച്ചു. അവിടുന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ അവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അന്നത്തെ ആ കാലഘട്ടത്തിലെ സ്വഭാവം അനുസരിച്ച് അവർ പ്രസിദ്ധനായ ഒരു ജ്യോത്സ്യനെ സമീപിക്കാൻ തീരുമാനിച്ചു. ഒരു ജ്യോത്സ്യനെ കാണാൻ വേണ്ടി പോയി. സിറിയയിലായിരുന്നു ആ ജ്യോത്സ്യനുള്ളത്. അപ്പം അങ്ങോട്ട് യാത്ര ചെയ്ത് പോകണം. അവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു? അബ്ദുൽ മുത്തലിബും അതേപോലെ തന്നെ അതിനെ എതിർക്കുന്ന ആൾക്കാരൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി യാത്ര പോകുകയാണ്. അങ്ങനെ യാത്രക്കിടയിൽ അവർക്ക് വഴി തെറ്റി. മരുഭൂമിയാണ്, വിജനമായ ഭൂമിയാണ്. യാത്രക്കിടയിൽ അവർക്ക് വഴി തെറ്റി. അവരുടെ കൈവശമുള്ള വെള്ളവും ഭക്ഷണമൊക്കെ തീർന്നുപോയി. ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലായി. ചരിത്രം അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ കാലഘട്ടത്തിലൊരു പതിവാണ്, യാത്രക്കിടയിൽ വഴിതെറ്റി ഇനിയൊരു ജീവിതമില്ല എന്നവർ തിരിച്ചറിയുമ്പോൾ, ഇനിയൊരു രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്നവർ മനസ്സിലാക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ? അവരെല്ലാവരും ഓരോ ആളുകളും അവർക്ക് വേണ്ട ഒരു കുഴി കുത്തും. മരിച്ചാൽ കിടക്കാനുള്ള കുഴിയാണ്, ഖബർ കുഴിക്കും അവർ. അത് ആ കാലഘട്ടത്തിലൊരു പതിവാണ്. ഈ യാത്രാ സംഘം അതേപോലെ കുഴി കുത്തി. എന്നിട്ട് അവർ മരണത്തെ കാത്തിരുന്നു. കാരണം അവരുടെ മുമ്പിൽ വേറെ ചോയ്സ് ഇല്ല, അവർക്ക് വേറൊരു വഴിയില്ല. അവർ മരണത്തെ മുന്നിൽ കാണുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? അവർ ആരാണോ ആദ്യം മരിക്കുന്നത്, ആ മരിക്കുന്ന ആളെ ബാക്കി എല്ലാവരും കൂടി അയാളുടെ കുഴിയിൽ മറമാടും. എന്നിട്ട് അവർ മറയും. രണ്ടാമത് മരിക്കുന്ന ആൾ അയാളുടെ കുഴിയിൽ മറമാടും. അവസാനത്തെ മനുഷ്യൻ അയാളുടെ കുഴിയിൽ തന്നെ കിടക്കുക. ഇങ്ങനെയാണ് അവരുടെ രീതി. ആ കാലഘട്ടത്തിലൊരു പതിവാണത്. ഇതിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഫകബ്ബറ അബ്ദുൽ മുത്തലിബ് തക്ബീർ ചൊല്ലി എന്നാണ്. അബ്ദുൽ മുത്തലിബ് തക്ബീർ ചൊല്ലി. അത് കേട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആൾക്കാരും തക്ബീർ എല്ലാം തുടങ്ങി. അവരും എന്തിനാ സന്തോഷം ഉണ്ടാകുമ്പോഴാണ് തക്ബീർ ചെല്ലുക, അവരും തക്ബീർ ചെല്ലാൻ തുടങ്ങി. അപ്പം എന്താ സംഭവം എന്നറിയോ? അബ്ദുൽ മുത്തലിബിൻ്റെ മൃഗത്തിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ നിന്ന് വെള്ളം കിട്ടി. അവർക്ക് വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ കാലിൻ്റെ ചുവട്ടിൽ നിന്ന് അവർക്ക് വെള്ളം ലഭിച്ചു. അപ്പം അദ്ദേഹം ഹലുമ്മു ഇലൽ മാഇ, ആ വെള്ളത്തിലേക്ക് അവരൊക്കെ അദ്ദേഹം വിളിച്ചു. അവർക്കെല്ലാവർക്കും വെള്ളം കൊടുത്തു. അവർക്ക് വല്ലാത്ത ആശ്വാസമായി. ആ
ആ സമയത്ത് അവര് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, ഖദ് ഖദ് വല്ലാഹി ഖുദിയ ലക അലൈന വല്ലാഹി മാ തുഹാസിമുക ഫീ സംസം അബദാ. നമ്മളിപ്പോൾ പോകുന്ന വിഷയത്തിൽ തീർപ്പുണ്ടായി, ഇതിൻ്റെ അവകാശി നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളോട് ഇതിനെക്കുറിച്ച് തർക്കിക്കാൻ അഭിപ്രായ വ്യത്യാസത്തിൽ അങ്ങനെ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അതിൻ്റെ അവകാശം അവർ വകവെച്ച് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു, അവർ മടങ്ങി എന്നുള്ളതാണ് ചരിത്രം നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് സംസമിൻ്റെ തുടക്കം നമ്മൾ മനസ്സിലാക്കി. സംസം ഇല്ലാത്തൊരു കാലഘട്ടം, സംസമിനെ കുറിച്ച് ആർക്കും അറിയാത്ത ഒരു കാലഘട്ടം ഇവിടെ കടന്നുപോയി നമ്മൾ അറിഞ്ഞു. രണ്ടാമത് സംസമിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് മഹാനായ റസൂലുള്ളാഹിയുടെ വല്യാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന് അതിൻ്റെ അവകാശം അവരെന്ത് ചെയ്തു, അവർ വകവെച്ചു കൊടുത്തു. അവിടെ അബ്ദുൽ മുത്തലിബിൻ്റെ ഒരു ശപഥമുണ്ട്. എന്താ ശപഥം? എനിക്ക് 10 മക്കളുണ്ടെങ്കിൽ ഒരാളെ ഞാൻ എന്ത് ചെയ്യും, 10ാമത്തെ ആളെ ഞാൻ അള്ളാഹുവിൻ്റെ ബലിയേർക്കുന്നൊരു ശപഥം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ചെയ്താണ്. ഈ സംസമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവമാണ്. പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, 10 മക്കളായി, 10 മക്കളുണ്ടായി. അപ്പം അദ്ദേഹത്തിൻ്റെ ശപഥം നിറവേറ്റണം. ആ ശപഥം നിറവേറ്റാൻ വേണ്ടി ലഭിച്ച ബലിയിറക്കേണ്ട ആളാരായിരുന്നു അറിയോ? അള്ളാൻ്റെ റസൂലിൻ്റെ ബാപ്പയ അബ്ദുല്ലനെ ബലിയിറക്കേണ്ടത്. അബ്ദുല്ലനെ ബലിയിറക്കണം അദ്ദേഹത്തിൻ്റെ ശപഥപ്രകാരം. നോക്കൂ, നിങ്ങൾ എന്തൊരു പരീക്ഷണമാണ്. ആ കാലഘട്ടത്തിലൊരു ജാഹിലിയ സ്വഭാവമാണത്. മനുഷ്യന്മാരെ അവരെന്ത് ചെയ്യുക, ബലി കൊടുക്കുക എന്നുള്ളത്. ആ സമയത്ത് ഖുറൈശികളായ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ആ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ മകനെ നിങ്ങൾ ബലിയിറക്കാൻ പാടില്ല. നിങ്ങളെങ്ങാനത് ചെയ്താൽ അതിവിടെ ഒരു പതിവായി മാറും. പിന്നെ അവിടെ മനുഷ്യന്മാരില്ലാത്തൊരവസ്ഥ വരും. എല്ലാവരും എന്തൊരു പ്രശ്നം ഉണ്ടായാൽ അപ്പം മക്കളെ ബലിയിറക്കുക എന്ന് പറയും. അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അതിന് പകരമായി പ്രായശ്ചിത്തം, പരിഹാരം കാണാൻ പറഞ്ഞു. നിങ്ങളൊരു വാക്ക് പറഞ്ഞതാണല്ലോ, അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവർ കൂടി ആലോചിച്ച് 10 ഒട്ടകം, മറുവശത്ത് അബ്ദുള്ള, എന്നിട്ട് അവർ നറുക്കെടുക്കും. ആ 10 ഒട്ടകം ഒരു നറുക്കിൻ്റെ ഒരു ഭാഗം, മറുവശത്ത് നബിയുടെ ബാപ്പയായ അബ്ദുള്ള. നറുക്കെടുത്ത് ആരെയാണോ ലഭിക്കുന്നത്, ഇപ്പം അബ്ദുള്ളനെ ലഭിച്ചാൽ വീണ്ടും 10 ഒട്ടകത്തോടെ വെക്കും. 10 ഒട്ടകത്തെയാണ് ലഭിക്കുന്നതെങ്കിൽ 10 ഒട്ടകത്തെ ബലിയിറക്കും. അതാണ് തീരുമാനം. നറുക്ക് കിട്ടിയാൽ 10 ഒട്ടകത്തെ ബലിയിറക്കും. ഇല്ലെങ്കിൽ അബ്ദുള്ളനെ കിട്ടിയാലോ, അബ്ദുള്ളനെ കിട്ടിയാൽ വീണ്ടും ഇവിടെ 10 ഒട്ടകം. അങ്ങനെ ഒന്നാമത്തെ നറുക്ക് അബ്ദുള്ളക്ക് വീടും, ഇവിടെ 10 ഒട്ടകം കൂടി ആഡ് ചെയ്തു. രണ്ടാമത്തെ അദ്ദേഹത്തിന് വീണ്ടു. ചരിത്രം പറയുന്നത് 100 ഒട്ടകം വരെ എത്തിയെന്നാണ്. 100 ഒട്ടകം, 100 ഒട്ടകങ്ങളെ ബലിയെറുത്തതിന് ആ 100 ഒട്ടകമായപ്പോഴാണ് ഒട്ടകങ്ങളുടെ നറുക്ക് വീഴുന്നത്. അങ്ങനെ ആ 100 ഒട്ടകങ്ങളെ ബലിയെറുത്തിട്ടാണ് താൻ പറഞ്ഞ വാക്കിൽ നിന്ന് ആര് പിന്മാറിയത്, അബ്ദുൽ മുത്തലിബ് പിന്മാറിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചത് മാത്രം. സഹോദരങ്ങൾ, നമ്മൾ പറഞ്ഞു വരുന്നത് സംസമിൻ്റെ ചരിത്രമാണ്. സംസമിൻ്റെ തുടക്കവും അതിൻ്റെ ഒരു ഇല്ലാത്ത കാലഘട്ടവും പിന്നീട് കണ്ടെത്തിയും നമ്മൾ പറഞ്ഞു. ഇത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ ഈ സംസമുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠങ്ങൾ, ഒന്ന്, സംസം എന്ന് പറഞ്ഞത് അനുഗ്രഹീതമാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് ഖുർആനിൻ്റെ ആയത്ത് കൊണ്ട് നമുക്ക് മനസ്സിലായി. അള്ളാഹ് പറഞ്ഞതാണ്, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ ചിന്തയല്ല, അള്ളാഹിൻ്റെ കലാമാണ്. മുഫസ്സിറുകൾ വിശദീകരിച്ചതാണ്. അപ്പൊ എന്താണ് ആ സംസമിന്റെ പ്രത്യേകത? ഹദീത്തുകളിൽ കൃത്യമായി വന്നിട്ടുണ്ട്. ഒന്ന്, രോഗശമനത്തിന് വേണ്ടി സംസം കുടിക്കാമെന്നുള്ളത് സ്വഹീഹായ ഹദീത്തുകൾ വന്ന വിഷയമാണ്. ഒരാളിനെ തള്ളിക്കളയാൻ പാടില്ല. സംസം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മറ്റു വെള്ളങ്ങളെപ്പോലൊരു വെള്ളമല്ല. അതിന് പ്രത്യേകതയുണ്ട്, മഹത്വമുണ്ട്. സംസം അനുഗ്രഹീതമാണ്. ഒന്ന്, രോഗശമനത്തിന് വേണ്ടി കുടിക്കാം. സംസം അനുഗ്രഹീതമാണ്. ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി സംസം കുടിക്കാം. ഇത് മൂന്നും ഹദീത്തുകളിൽ ഈ ഞാൻ എണ്ണി പറഞ്ഞ 3 പോയിന്റുകൾക്ക് എന്തുണ്ട്? പ്രമാണങ്ങളിൽ തെളിവുണ്ട്. പ്രമാണങ്ങൾ നമുക്ക് തെളിവുണ്ട്. സംസമിൻ്റെ ശ്രേഷ്ഠതയെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളവരെ ആക്ഷേപിക്കാൻ ആൾക്കാരല്ല. അള്ളാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം. കാരണം ഹദീത്ത് കൊണ്ട്, ആയത്തുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് സംസം പവിത്രമാണ്. അതുകൊണ്ട് എങ്ങനെ നമ്മൾ പരിഹസിക്കുക? അള്ളാഹിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെ പരിഹസിക്കാൻ പറ്റും? നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംസവുമായി ബന്ധപ്പെട്ട വളരെ ശ്രദ്ധേയമായ ചില സംഭവങ്ങളുണ്ട്. ഒന്നെന്താ അറിയോ? നബിയുടെ ഹൃദയം പിളർന്ന സംഭവം നമുക്കറിയാം. അല്ലാഹു റസൂലിന്റെ ഹൃദയം പിളർന്ന സംഭവം. അന്ന് നബിയുടെ ഹൃദയം പിളർന്ന് ആ ഹൃദയത്തെ കഴുകിയത് സംസം കൊണ്ടാണ് എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു റസൂൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഹലീമ ഉമ്മയുടെ വീട്ടിൽ വളരുന്ന കാലഘട്ടത്തിൽ ഹലീമ ഉമ്മൻ്റെ അടുത്ത് നിന്ന് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബിനെ പിടിച്ചുകൊണ്ട് മാറിടം പിളർത്തിയ സംഭവമൊക്കെ അറിയാം. അന്ന് നബിയുടെ ഹൃദയം പുറത്തെടുത്തിട്ട് അത് കഴുകിയത് എന്തുകൊണ്ടാ? സംസം വെള്ളം കൊണ്ടാണ് എന്ന് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? ഹദീസിൽ കാണാം, ഹാദാ ഹദ്ദു ശൈത്വാനി മിൻക ثم غسله في طست من ذهب بماء زمزم.
ഒരു സ്വർണത്തിൻ്റെ പാത്രത്തിൽ അവർ കൊണ്ടുവന്ന സംസം വെള്ളം ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത്? നബിയുടെ ഹൃദയം കഴുകിയത് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ സംഭവം ഇസ്രാ മിഅ്റാജ് യാത്രയുടെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ഉബൈറിനെ ഉദ്ധരിക്കുന്നത്, പിന്നെ നബി സല്ലല്ലാഹു ഞാൻ മക്കയിലായിരിക്കെ എൻ്റെ വീടിൻ്റെ മേൽക്കൂര തുറന്നു. നബി പറയാം, എൻ്റെ വീടിൻ്റെ മേൽക്കൂര എന്ത് ചെയ്തു? തുറന്നു. ഫനസല ജിബ്രീൽ, എന്നിട്ട് ജിബ്രീൽ ഇറങ്ങി വന്നു. ഫഫറജ സ്വദിരി സുമ്മ ഗസലഹു മിൻ മാഇ സംസം, എന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ മേൽക്കൂര തുറക്കുകയും ജിബ്രീൽ ഇറങ്ങി വരികയും എൻ്റെ നെഞ്ച് പിളർത്തി അത് സംസം വെള്ളം കൊണ്ട് കഴുകി എന്നാര് പറയുന്നുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വഹീഹായ ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ ശ്രദ്ധേയമായ 2 സംഭവങ്ങളിൽ സംസം എന്ത് ചെയ്തിട്ടുണ്ട്? ഇടപെട്ടിട്ടുണ്ട്. സംസം കൊണ്ടാണ് പുണ്യപ്രവാചകന്റെ മാറിടം കഴുകിയത്, നെഞ്ച് കഴുകിയത് എന്ന് സ്വഹീഹായ ഹദീസുകളിലുണ്ട്. മൂന്നാമത്തെ സംഭവം, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി അന്വേഷണമൊക്കെ നടത്തി അദ്ദേഹം മക്കയിൽ വന്ന സമയത്ത് പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പം നബി അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ എവിടെയായിരുന്നു? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ 40 ദിവസത്തോളമായി ഇവിടെ വന്നിട്ട്, 40 ദിവസത്തോളമായി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 40 ദിവസം നിങ്ങൾ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്? മതാകുൻ തഹാഉന, നിങ്ങൾ എങ്ങനെയാണ് ഈ 40 ദിവസത്തെ ഇവിടെ കഴിച്ചു കൂട്ടിയത്? ഫമൻ കാന യുതഇമുക, ആരാണ് നിങ്ങളെ ഭക്ഷിപ്പിച്ച്, ആരാ നിങ്ങൾക്ക് തിന്നാൻ തന്നത്? ആ സമയത്ത് അബൂദർ പറഞ്ഞു, ഖുൽതു മകാന ലി തആമുൻ ഇല്ലാ മാഉ സംസം, എൻ്റെ അടുക്കൽ ഒരു ഭക്ഷണം ഉണ്ടായിരുന്നില്ല, എനിക്കാരും ഭക്ഷണം തന്നിട്ടില്ല, പക്ഷേ ഞാൻ സംസം കുടിച്ചു. മാഉ സംസം ഫസമിൻതു, ഞാൻ എന്നിട്ട് തടിച്ചു എന്നാണ്. നോക്കൂ, നിങ്ങൾക്കൊരു കള്ളക്കഥയല്ല, കെട്ടുകഥയല്ല. പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു പറയാ, നബിയെ, ഞാൻ 40 രാവും പകലും ഞാൻ ഇവിടെ ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, വെള്ളം കിട്ടിയിട്ടില്ല, ഞാൻ ആകെ കുടിച്ചത് സംസമാണ്. ആ സംസം കൊണ്ട് എനിക്കെന്ത് ചെയ്തു? എൻ്റെ പിന്നെ നെയ്യൊക്കെ എൻ്റെ ശരീരത്തിലെ ഇതൊക്കെ ശരിയായി എന്ന് അദ്ദേഹം, ചുളിവൊക്കെ നീർന്നു എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ സമയത്താണ് നബി പറഞ്ഞു, ഇന്നഹ മുബാറകത്തുൻ, സംസമിനെ കുറിച്ച് നബി പറഞ്ഞു, ഇന്നഹ മുബാറകത്തുൻ, ഇത് അനുഗ്രഹീതമാണ്. ഇന്നഹ തആമു തുഅമിൻ വശിഫാഉ സുഖ്മിൻ, ഇത് വിശക്കുന്നവനുള്ള ഭക്ഷണമാണ്, രോഗികൾക്കുള്ള ശമനമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. അല്ലാഹു റസൂൽ പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ, ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർളി മാഉ സംസം, ഖൈറു മാഇൻ, ഏറ്റവും നല്ല വെള്ളം എവിടെ? അലാ വജ്ഹിൽ അർള്, ഭൂമിയിലെ ഏറ്റവും ഖൈറായ ഏറ്റവും ഉത്തമമായ വെള്ളം അത് സംസമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു. ഫീഹി തആമുൻ മിനത് തുഅം, അതിൽ ഭക്ഷണത്തിന് ഭക്ഷണവും, വശിഫാഉൻ മിനസ് സുഖം, രോഗത്തിന് രോഗശമനവും ഉണ്ട് എന്ന് ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസ് എന്താ? മാഉ സംസം ലിമാ ശുരിബ ലഹു, സംസം വെള്ളം എന്തിനാണോ കുടിക്കുന്നത് അത് അതിനുള്ളതാണ്. എന്തിനാണോ സംസം കുടിക്കുന്നത് അത് അതിനുള്ളതാണ്. ഈ ഹദീസ് നമ്മൾ ശരിക്കും പഠിച്ചു പോണ്ട ഹദീസാണ്. ഈ ഹദീസ് നമ്മൾ പഠിക്കണം. എന്തുകൊണ്ട് ഇത് പഠിക്കണം? നോക്കൂ നിങ്ങൾ, എന്തൊരു പ്രയോഗമാണ്. മാഉ സംസം ലിമാ ശുരിബ ലഹു, ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്ന് അള്ളാന്റെ റസൂലിനെ പഠിപ്പിച്ച വാചകം അത്. എന്താ നബി പറയുന്നത്? സംസം വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണോ കുടിക്കുന്നത് അത് അതിനുള്ളതാണ് എന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിക്കണം. അതെങ്ങനെ കളവാകുക? ആ വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ചരിത്രം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. കാരണം എന്താ പറയുക, ഈ ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച സലഫുകളുടെ ചരിത്രം അത്ഭുതം നിറഞ്ഞതാണ്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, സംസം വെള്ളം കൊണ്ട് ഞാനും മറ്റുള്ളവരും ഒരുപാട് രോഗങ്ങൾക്കായി പരീക്ഷണം നടത്തിയപ്പോൾ അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങളാണ് കാണാൻ സാധിച്ചത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞങ്ങൾ സംസം കൊണ്ട് പരീക്ഷണം നടത്തി, അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രോഗങ്ങൾക്ക് സംസം കുടിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടെ ആ രോഗമെല്ലാം സുഖമായി. അതേപോലെ തന്നെ ഭക്ഷണമായി സംസം മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? അരമാസമോ അതിലധികമോ കുടിച്ചവരെ ഞങ്ങൾക്ക് നേരിട്ടറിയാമെന്നൊക്കെ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സംസം മറ്റുള്ള നാടുകളിലേക്ക് കൊണ്ടുപോകാൻ. നമ്മളിവിടുന്ന് മക്കയിൽ പോയി സംസം കൊണ്ടുവരാൻ പറ്റുമോ? ഫിഖഹിന്റെ മസ്അലയാണ്. പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ശരിയായ അഭിപ്രായം എന്താ? സംസം കൊണ്ടുവരാൻ നമ്മളെ കൊണ്ടുവരാറുണ്ട്. അല്ലെ, അതിനെ പരിഹസിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാ അവിടുന്ന് പച്ചള ഏറ്റി വരുന്നത് എന്ന് ചോദിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാട്ടെ. നോക്കൂ നിങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സംസം വെള്ളം അവരെന്ത് ചെയ്തു? മക്കയിൽ നിന്ന് വഹിച്ചുകൊണ്ട് മദീനയിലേക്ക് അവർ കൊണ്ടുപോയിരുന്നു. അതെന്തുകൊണ്ടാ? മദീനയിൽ വെള്ളം കിട്ടാഞ്ഞിട്ടാ? അല്ലല്ലോ.
സംസമിന് മഹത്വം ഉണ്ടായത് കൊണ്ടാണ്, സംസം വെള്ളത്തിന് പ്രത്യേകത ഉണ്ടായത് കൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയ കാലഘട്ടത്തിൽ സംസം വെള്ളം എത്തിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടത് സ്വഹീഹായ ചരിത്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പം നമ്മൾ എടുക്കുന്ന നിലപാടെന്താ? ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകുകയാണ്. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, സംസം എന്ന് പറയുന്നത് അള്ളാഹു അവൻ്റെ ആയത്തായി പഠിപ്പിച്ച കാര്യമാണ്. അതിൻ്റെ ഉത്ഭവത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചു. അതിന് പ്രത്യേകത ഉണ്ടെന്ന് ഹദീത്തുകളെ മുന്നിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കി. ആ സംസം വെള്ളം കുടിക്കുന്നവൻ എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവൻ ആഗ്രഹിക്കുന്നത്, അത് അതിനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഒരൊറ്റ ഹദീത്തുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നെന്താ അറിയോ? മഹാനായ ഈ സംസം വെള്ളം കുടിച്ചിട്ട് അതുകൊണ്ട് നേട്ടമുണ്ടാക്കിയ ഒരുപാട് ആളുകൾ ചരിത്രത്തിലുണ്ട്. അതിലേറ്റവും പ്രസിദ്ധനായി പണ്ഡിതന്മാർ പറയുന്ന ആളാണ് ഖതീബുൽ ബഗ്ദാദി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ. താരിഖ് ബഗ്ദാദ് എഴുതിയ ഖതീബുൽ ബഗ്ദാദി, അദ്ദേഹം വലിയ പണ്ഡിതനാണ്. കരീമ മർവസിയ എന്ന് പറയുന്ന പണ്ഡിതയിൽ നിന്ന് 5 ദിവസം കൊണ്ട് സ്വഹീഹുൽ ബുഖാരി പഠിച്ച വ്യക്തിയാണ് അദ്ദേഹം. 5 ദിവസം കൊണ്ട് സ്വഹീഹുൽ ബുഖാരി. കരീമ മർവസിയ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ റാവിയത്താണ് അവർ. വലിയ പ്രഗത്ഭയായ പണ്ഡിതയാണ് അവർ. അപ്പോൾ ഖതീബുൽ ബഗ്ദാദി അദ്ദേഹം പറയുന്നത് ഹിജ്റാബ്ദം 44 അദ്ദേഹം ഹജ്ജിന് വന്നു. ഹിജ്റാബ്ദം 44 അദ്ദേഹം ഹജ്ജിന് വരുന്നത്. അങ്ങനെ ഹജ്ജിന് വന്ന സമയത്ത് അദ്ദേഹം സംസം കുടിച്ചു. 3 ആവശ്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നാണ്. 3 ആവശ്യം. ഒന്നാമത്തെ ആവശ്യം തരോ, അൻ ഉഹദ്ദിസ ബിതാരിഖി ബഗ്ദാദ്, ബാഗ്ദാദിന്റെ ചരിത്രം പറയണമെന്ന ആവശ്യത്തോടുകൂടെ, ആ ലക്ഷ്യത്തോടുകൂടെ അദ്ദേഹം സംസം കുടിച്ചു. വസാനിയ, രണ്ടാമത്തത് അൻ ഉംലിയൽ ഹദീസ ബിജാമിഅ മൻസൂർ, ആ കാലഘട്ടത്തിലെ വലിയ പള്ളിയാണ് ജാമിഉ മൻസൂർ. ആ ജാമിഉ മൻസൂറിൽ എന്ത് ചെയ്യണം, ദർസ് എടുക്കാൻ അവസരം കിട്ടണം. ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്താലും സംസം കുടിച്ചു. മൂന്നാമത്തെ എന്താ, വസാലിത അൻ ഉദ്ഫന ഇദാ മിത്തു ഇൻദ ഖബരി ബിശ്റുൽ ഹാഫി. ബിശ്റുൽ ഹാഫി എന്ന് പറഞ്ഞാൽ ഒരു വലിയ എന്താ പറയുക, അറിയപ്പെട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭൂതകാലം കുറച്ച് മോശമാണ്, പിന്നെ അദ്ദേഹം വളരെ നല്ല മനുഷ്യനായി മാറി. അങ്ങനെ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കിയ ആളാണ്. ആ ബിശ്റുൽ ഹാഫിയുടെ ഖബറിൻ്റെ സമീപത്ത് എന്ത് ചെയ്യണം, എൻ്റെ ഖബറും വരണം. അതായിരുന്നു ആരുടെ ആവശ്യം? ഖതീബുൽ ബഗ്ദാദിയുടെ ആവശ്യം. ആ ആവശ്യങ്ങളെ മുന്നിൽ വെച്ച് എന്ത് ചെയ്തു, അദ്ദേഹം സംസം വെള്ളം കുടിച്ചു. എന്താ ചരിത്രത്തിൽ സംഭവിച്ചറിയോ? നോക്കൂ നിങ്ങൾ, ബാഗ്ദാദിൻ്റെ ചരിത്രം ബാഗ്ദാദിൽ വെച്ച് പറയാനുള്ള തൗഫീക്ക് നൽകണേ എന്ന് സംസം കുടിച്ച് പ്രാർത്ഥിച്ച ആ മഹാപണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് താരിഖ് ബാഗ്ദാദ്. എന്താ താരിഖ് ബാഗ്ദാദ് എന്ന് പറഞ്ഞാൽ? അത്ഭുതമാണ് ആ ബാഗ്ദാദിൻ്റെ ചരിത്രം, അല്ലേ? ഒരു ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ ഒരളവ്, ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ വായിക്കും, അതിൻ്റെ വലിയൊരളവ് ഇവിടെ ബാഗ്ദാദിലുള്ളത്. അബ്ബാസികളുടെ ഭരണകേന്ദ്രമാണത്. സംസ്കാരങ്ങളുടെ കേന്ദ്രമായിരുന്നു ബാഗ്ദാദ്. ആ ബാഗ്ദാദിൻ്റെ, വിജ്ഞാനങ്ങളുടെ കേന്ദ്രമായ ആ ബാഗ്ദാദിൻ്റെ ചരിത്രം ആരെഴുതി? ഖതീബുൽ ബഗ്ദാദി അദ്ദേഹം ചരിത്രമായിട്ട് എഴുതി. ആ ചരിത്രത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചെന്നറിയോ, ഹദീത്ത് വിജ്ഞാനത്തിൻ്റെ സേവനം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ ദൗത്യം നിർവഹിച്ചത്. 21 വാള്യങ്ങളിലായിട്ടാണ് താരിഖ് ബഗ്ദാദ് ഉള്ളത്. സംസം കുടിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചതാണ്. നമ്മളൊക്കെ ഒന്ന് കോട്ട് ചെയ്യുന്നത്, നമ്മളെ പല പണ്ഡിതന്മാരോട് ഉദ്ധരിക്കുന്ന പുസ്തകമാണ് താരിഖ് ബഗ്ദാദ്. സംസം കുടിച്ചപ്പോൾ അദ്ദേഹം ദുആ ചെയ്തു. ആ ദുആക്ക് ഇജാബത്തുണ്ടായി. 446 ഗ്രന്ഥങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, താരിഖ് ബഗ്ദാദിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താ? ജാമിഉ മൻസൂർ എന്തിനാ ഹദീസ് പറയണമെന്ന്. വലിയ ചരിത്രത്തിൻ്റെ പിൻബലമുള്ള പള്ളിയാണിത്. ഖലീഫ അബൂ ജഅഫർ മൻസൂറാണ് എന്ത് ചെയ്ത് ആ പള്ളി ഉണ്ടാക്കിയത്. 100 മീറ്റർ നീളവും 98 മീറ്റർ വീതിയുമുള്ള പള്ളിയാണിത്. അത്ര വലിയ പള്ളിയാണ്. എല്ലാ പണ്ഡിതന്മാരും എന്ത് ചെയ്യും, അവിടെ നിന്ന് ക്ലാസ് എടുക്കാൻ അവസരം കിട്ടിയെന്ന് ആഗ്രഹിക്കും. ആ ആഗ്രഹമാണ് ആർക്കുണ്ടായത്? ഖതീബുൽ ബഗ്ദാദിക്ക് ഉണ്ടായത്. അദ്ദേഹം സംസം കുടിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് അവസരം കിട്ടി. എങ്ങനെ അവസരം കിട്ടിയറിയോ? ഈ ഖലീഫ മൻസൂർ ഭരണത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഖതീബുൽ ബഗ്ദാദിക്ക് അദ്ദേഹത്തെ അറിയില്ല, അവരൊന്നും പരിചയമൊന്നുമില്ല, ഭരണത്തിലിരിക്കുന്ന ആൾക്കാരൊന്നും അറിയില്ല. ആ കാലഘട്ടത്തിൽ യഹൂദികളായ ഒരു കൂട്ടം ആളുകൾ ഭരണാധികാരിയുടെ സമീപത്ത് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഖൈബർ യുദ്ധത്തിൽ നിന്നൊരു വിഹിതം, ഖൈബർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ലഭിച്ച ഗനീമത്ത് സ്വത്തുണ്ടല്ലോ, അതിൻ്റെ ഒരു വിഹിതം ഞങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു, കാലങ്ങളേറെ കഴിഞ്ഞിട്ട്. എന്നിട്ട് അവർ അതിന് പറഞ്ഞ വാചകം എന്താ? അങ്ങനെ ഞങ്ങൾക്ക് നൽകണമെന്ന് വസിയത്തുണ്ട്, ഞങ്ങൾക്ക് നൽകണമെന്ന് വസിയത്തുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള നബി നൽകിയൊരു കത്തുണ്ട്. അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, പല സ്വഹാബികളും അതിന് സാക്ഷികളാണ് എന്നാണ് യഹൂദികളുടെ വാദം. അത് പറഞ്ഞിട്ടാണ് ആര് വരുന്നത്? യഹൂദികൾ ഭരണാധികാരിയുടെ സമീപത്തേക്ക് വരുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഖലീഫ മൻസൂർ ഇതിനോട് പണ്ഡിതന്മാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു, എന്താണ് ഇതിന് മറുപടി കൊടുക്കുക, എന്താ ചെയ്യുക? അവർക്കാർക്കും അറിയില്ല. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഒരു ഖതീബുൽ ബഗ്ദാദി എന്ന് പറഞ്ഞൊരു പണ്ഡിതനുണ്ട്,
അദ്ദേഹത്തെ എന്ത് ചെയ്യുക, അദ്ദേഹത്തെ വിളിച്ചാൽ ഈ പ്രശ്നത്തിന് എന്ത് ഒരു പരിഹാരം കിട്ടും. അങ്ങനെ ആദ്യമായി അദ്ദേഹം അവരുടെ മുമ്പിൽ വരികയാണ്. അങ്ങനെ അദ്ദേഹം അവരുടെ മുന്നിൽ വന്നു. വിഷയം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ കളവാന്ന് പറഞ്ഞു. ഇതൊക്കെ കളവാന്ന് പറഞ്ഞു. ഒറ്റയടിക്ക് അദ്ദേഹം പറഞ്ഞു കളവാണ്. അപ്പം എങ്ങനെയാണ് ഇത് കളവാകുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതിലൊരു സാക്ഷിയായി നിങ്ങൾ പറയുന്നയാൾ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. മുആവിയ റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആണ്. ഖൈബർ വിജയിക്കുന്ന നാളിൽ മുആവിയ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ മുആവിയ സാക്ഷിയാകുക? അതാണ് അദ്ദേഹത്തിൻ്റെ ഇൽമ്, അതാണ് അദ്ദേഹത്തിൻ്റെ അറിവ്, അല്ലേ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഖൈബറിന്റെ മുമ്പ് മരണപ്പെട്ട വ്യക്തിയാണ്. പിന്നെ എങ്ങനെ അദ്ദേഹം സാക്ഷിയാകുക? ഭരണാധികാരിക്ക് വല്ലാത്ത സന്തോഷം. ഈ വന്ന ആളുകളെ അവരുടെ വാദത്തെ പൊളിച്ചടിക്ക് എന്ത് ചെയ്തു, ആ ഒരു ശരിയായ പരിഹാരം ഉണ്ടാക്കാൻ പറ്റി. ആ സമയത്ത് ഭരണാധികാരി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ആവശ്യം? അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണം, ജാമ്യ മനസ്സുള്ള ക്ലാസ് എടുക്കാനുള്ള അനുവാദം തരണം. അദ്ദേഹത്തിന് അനുവാദം കിട്ടി. എവിടുന്ന് അതിന് തുടക്കം എന്താ? സംസം കുടിച്ച് പ്രാർത്ഥിച്ചതാണ്. മൂന്നാമത്തെ എന്താ? ബിഷർ ഹാഫിയുടെ സമീപത്ത് മയ്യത്ത് മറമാടണം. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് മറമാടിയത് അവിടെയാണ്. ഞാൻ പറഞ്ഞത് ചരിത്രത്തിലെ പ്രസിദ്ധനായ ഒരു വ്യക്തി. അദ്ദേഹം എന്ത് ചെയ്യുക, സംസം കുടിച്ച് പ്രാർത്ഥിച്ചതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടിയെന്നാണ് സ്വഹീഹായ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സംസം കുടിച്ചതിനറിയോ? ഇമാം ദഹബിയുടെ ഓർമ്മശക്തി ലഭിക്കണം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഇമാം ദഹബിയുടെ ഓർമ്മശക്തി ലഭിക്കണം എന്ന ചിന്തയിൽ ഇബ്നു ഹജർ എന്ത് ചെയ്തു, സംസം വെള്ളം കുടിച്ചു. കാലഘട്ടത്തിൽ ഓർമ്മശക്തിയിൽ ഇമാം ദഹബിയോളമോ ചില പണ്ഡിതന്മാർ അതിനേക്കാൾ ഒരവസ്ഥയിലേക്ക് ആര് മാറി? ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി മാറി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സംസം കുടിക്കുന്ന കർമ്മശാസ്ത്ര പണ്ഡിതനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി സംസം കുടിച്ച ചരിത്രത്തിലുണ്ട്. ഒന്ന് അമ്പെയ്ത്തിനാണ്. അത് നല്ല അമ്പെയ്യുന്ന ആളായിരുന്നു. അപ്പം പിന്നെ ഒരു നല്ല അമ്പെയ്ത്തുകാരനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, സംസം കുടിച്ചു. ചരിത്രം പറയുന്നത് അദ്ദേഹം മികച്ച ഒരു അമ്പെയ്ത്തുകാരനായിരുന്നു. 10 അമ്പെയ്താൽ അതിൽ 9 ലക്ഷ്യത്തിലെത്തിക്കും. ചില റിവായത്ത് പ്രകാരം 10 ലക്ഷ്യത്തിലെത്തിക്കും നമുക്ക് വായിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് കിട്ടിയത്? സംസം കുടിച്ചത് കൊണ്ടാണ് എന്നാണ് രേഖപ്പെടുന്നത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത്, ദീനീ വിജ്ഞാനത്തിൽ ഔന്നിത്യം ഉണ്ടാകണം. പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇമാം ഷാഫി ദീനീ വിജ്ഞാനത്തിൽ അവഗാഹം ഉണ്ടാകാൻ വേണ്ടി സംസം കുടിച്ച് പ്രാർത്ഥിച്ചു. ആരാ ഇമാം ഷാഫി? എത്ര ഗ്രന്ഥങ്ങൾ, എന്തെല്ലാം മസ്അലകൾ, എന്തൊക്കെ അത്ഭുതകരമായ. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഈ പള്ളിയിൽ ബഹുമാന്യനായ ഫൈസൽ മൗലവി ഹാഫിളഹുല്ലാ ഉസ്താദിൻ്റെ പിന്നെ അഹ്ലൻ റമദാൻ എന്ന പ്രോഗ്രാമിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്ത ആൾക്കാർ കേട്ടാൽ മതി, ഞാൻ ആവർത്തിക്കൂല. ഒരു വീട്ടിലേക്ക് അദ്ദേഹം വിരുന്ന് പോയപ്പോണ്ടത് കേട്ട ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു രാത്രി മുഴുവൻ ഒരു ആയത്തിനെ കുറിച്ച് ആലോചിച്ച് ഉറങ്ങിയില്ല, തഹജ്ജുദ് നിസ്കരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. അതൊക്കെ ഇമാം ഷാഫി മഹാപണ്ഡിതനാണ്. സംസം കുടിച്ചത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു വലിയ അനുഗ്രഹം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളിലും ഗ്രന്ഥം രചിച്ച ഇമാം സുയൂത്തി സംസം കുടിച്ചത് 2 കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, കർമ്മശാസ്ത്രത്തിൽ ഫിഖഹിൽ എന്ത് ചെയ്യണം, ഇമാം ബുൽഖീനിയെ പോലെയാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് നടന്നു. അതേപോലെ തന്നെ ഇബ്നു ഹജർ അസ്കലാനിയെ പോലെയാകണം അദ്ദേഹം ആഗ്രഹിച്ചു. അവരോളം എന്ത് ചെയ്തു, ഈ 2 മേഖലകളിൽ ഉന്നതമായ നിലയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയെന്ന് കാണാൻ പറ്റും. ഇമാം അബു ഹനീഫ സംസം കുടിച്ചു. അദ്ദേഹം ആഗ്രഹിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നേടിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സംസമിൻ്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ കുടിച്ചാൽ എന്ത് ചെയ്യും, അതിന് ഫലം ഉണ്ടാകും. നിഷേധിച്ചാണ്ടാവരുത്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കുടിക്കാൻ വേണ്ടി തയ്യാറാകണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താൻ, ഇന്ന് സംസം കുടിക്കൽ സുന്നത്താണ്. സംസം കുടിക്കൽ സുന്നത്താണ്. ഈ പറഞ്ഞ ചരിത്രങ്ങളെ ഹദീത്തുകളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഹദീത്തുകളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് സംസം കിട്ടുന്ന സാഹചര്യങ്ങളിൽ ബിസ്മി ചൊല്ലി നല്ല ആഗ്രഹത്തോടു കൂടെ കുടിക്കുക. അപ്പം ഞാൻ സൗദി അറേബ്യയിൽ ജീവിച്ച ആളാണ്. എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാർ, മലയാളികളായ ആളുകൾ പോലും അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾ, അവരുടെ വീട്ടിൽ കുടിക്കാൻ വേണ്ടി അവർ വെള്ളം ഉപയോഗിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരാളുടെ ഇക്കാമമ്മ 4 സംസം കിട്ടും. മക്കയിലൊക്കെ പോയ ആൾക്കാർക്ക് 4 സംസം കിട്ടും, അല്ലെങ്കിൽ 5 സംസം കിട്ടും. ചെറിയ പൈസ കൊടുത്താൽ മതി. സാധാരണ 20 റിയാൽ കൊടുത്തിട്ട് 5 റിയാൽ കൊടുത്താൽ കിട്ടും. നിങ്ങൾ ഹറമിൽ സംസം ഫാക്ടറിയിൽ പോയാൽ അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും, ആളുകൾ വന്ന് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് കാണും. എന്തുകൊണ്ടാണത്? ഇത് കേവലം ഒരു പച്ചവെള്ളമല്ല, ഇതിന് മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, ഇതിന് പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ആരെങ്കിലും എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ സംസം വേണമെന്ന് നമുക്ക് പറയാമെന്നുള്ളതാണ്. കാരണം അത്രയും മഹത്വമുണ്ട്, അത്രയും പ്രത്യേകത ഉണ്ട്. നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരൻ ഉംറക്ക് പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഉപദേശം തരാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളവിടെ പോയാൽ സംസമല്ലാതെ വേറെ വെള്ളങ്ങൾ കുടിക്കരുത്, സംസമല്ലാത്തൊരു വെള്ളങ്ങൾ കുടിക്കരുത്. കാരണം അതൊരു അനുഗ്രഹമാണ്. ആ നാട്ടിലെത്തിയാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു തൗഫീഖാണത്. അപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ മക്കളും അതേപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരൊക്കെ കുറേ ആൾക്കാർ അവിടെ ഉണ്ട്.
ഇത്ര വലിയൊരു അനുഗ്രഹം അവിടെ ഉണ്ടായിട്ട് അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത ആൾക്കാരാണ്. അവരോടൊക്കെ നല്ല രീതിയിൽ എന്ത് പറഞ്ഞു കൊടുക്കുക, അത് കുടിക്കാൻ വേണ്ടി പറയുക, അതിലെ ഹൈറുകൾ അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് അത് കുടിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മഹത്വങ്ങളൊക്കെ ലഭിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇന്നിവിടെ ബീഹാറിൽ നിന്നുള്ള ഷറഫുദ്ദീൻ എന്ന സഹോദരൻ അവരുടെ നാട്ടിൽ നടത്തി വരുന്ന 555 കുട്ടികൾ പഠിക്കുന്ന ഒരു വനിതാ അറബി കോളേജിൻ്റെ നടത്തിപ്പിന് സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് ഇവിടെ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ റമദാൻ്റെ മഹത്വമൊക്കെ നമുക്ക് അറിയാം. സാധിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, അദ്ദേഹത്തെ സഹായിക്കണം. ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അള്ളാൻ്റെ ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. എനിക്ക് സ്ഥാപനത്തെക്കുറിച്ച് അറിയില്ല, ഇവിടുന്ന് ഇവർ പറഞ്ഞത് പ്രകാരമാണ്. അള്ളാഹു ഏറ്റവും നല്ലൊരു സ്ഥാപനമാക്കി വളർത്താൻ തൗഫീഖ് കൊടുക്കട്ടെ. സാധിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, സഹായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നന്മകൾ ചെയ്യാനും നന്മകൾ ജീവിക്കാനും നന്മകൾ ചെയ്തുകൊണ്ട് തന്നെ മരിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന, പ്രമാണങ്ങളെ തള്ളിക്കളയാത്ത, പ്രമാണങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാനത് മാറ്റി വെച്ചത് കൊണ്ടാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഫൈസൽ മലിയൊക്കെ പറഞ്ഞോട്ടെ കേട്ടോ.